വിമതന്മാരുടെ മുന്നിൽ പാർട്ടി മുട്ടുമടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ വാർത്തകളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജി സുധാകരനെ പാർട്ടി സെക്രട്ടറി വിളിക്കുന്നു. പാലക്കാട്ടെ വിമതരെ കാണാൻ വേണ്ടിയിട്ട് പാർട്ടിയിൽ നിന്നും ഒരു സംഘം ആളുകൾ അങ്ങോട്ട് പോകുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ വാർത്തകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുതിയ പുതിയ ഓരോ വിമതന്മാർ ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു. യഥാർത്ഥത്തിൽ ഇത് CPM-ന് പണിയാകുമെന്നുള്ള തിരിച്ചറിവ് കൊണ്ട് തന്നെയല്ലേ പാർട്ടി സെക്രട്ടറി തന്നെ നേരിട്ടിറങ്ങിയിരിക്കുന്നത്? തീർച്ചയായിട്ടും ഇന്ന് വരെ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ഇതേപോലൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അതായത് ഈ പാർട്ടിക്ക് ഇങ്ങനെ വിമതര സ്വരമൊക്കെ പുറത്തു വരാറില്ല. വിമതര ഉണ്ടാവും, പാർട്ടിക്കകത്ത് വിഭാഗീയത എന്ന പേരിൽ പാർട്ടിയുടെ ആശയങ്ങളുമായി അല്ലെങ്കിൽ പാർട്ടിയുടെ അപ്പോഴത്തെ സ്റ്റാൻഡിനെ യോജിക്കാത്തവരുണ്ടാവും. പക്ഷേ ഇങ്ങനെ വിമത ശബ്ദം പുറത്തേക്ക് വരുന്നത് ഈ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ സംഘടനയെ നയിച്ചു കൊണ്ടുപോകുന്നതിൽ പാർട്ടി സെക്രട്ടറി പരാജയം ആയതുകൊണ്ട്. അല്ല, എനിക്ക് തോന്നുന്നില്ല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വിമത ശബ്ദം ഉയരുന്നത്. എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് പാർട്ടിക്കകത്തുണ്ടോ? അല്ല, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പാർട്ടിയിൽ ഇത്തരത്തിലുള്ള വിമത ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് എടുക്കുന്ന വേളയിലാണെങ്കിൽ പോലും പാർട്ടി പുതിയ പുതിയ സ്ട്രാറ്റജികൾ പരീക്ഷിക്കുന്ന സമയത്ത് ചിലർ വിമതർ, അതായത് പാർട്ടിയെ സ്നേഹിക്കുന്ന പാർട്ടിയുടെ കൂടുതൽ ആളുകൾ പറയും ഇത് തെറ്റാണ്. അതെ, പാർട്ടിക്ക് ചില മൂല്യങ്ങളുണ്ട്, ആ മൂല്യങ്ങൾ ഊന്നി വേണം ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ പോലും അങ്ങനെ വേണമെന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ നിന്ന് അന്ന് വിമതർ ഇത്തരത്തിലുള്ള, അതായത് അന്ന് വിമതരാവുന്ന ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാണ് ചെയ്യുന്നത്. നീ പാർട്ടിക്ക് വേണ്ട, പാർട്ടിയുടെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യാൻ നീ ആയിട്ടില്ല എന്ന രീതിയിൽ അവരെ പുറത്താക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അന്ന് ചോദിക്കാനും പറയാനും ആരുമില്ലായിരുന്നു. അന്ന് ഈ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയുടെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ ഒരു ശ്രദ്ധയൊന്നും ആ കാലങ്ങളിൽ ഇല്ലായിരുന്നു. ഇന്നൊരു ഏരിയ കമ്മിറ്റി ആണെങ്കിലും ഒരു സംസ്ഥാന കമ്മിറ്റി ആണെങ്കിലും ജില്ലാ കമ്മിറ്റി ആണെങ്കിലും ഏത് ചെറിയ കമ്മിറ്റി ആണെങ്കിൽ പോലും കൃത്യമായിട്ട് മാധ്യമങ്ങൾ വീക്ഷിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഒരു ചെറിയൊരു പ്രദേശത്ത് നടക്കുന്ന ഒരു കമ്മിറ്റി പോലും ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മാധ്യമങ്ങൾ എഴുതി കാണിക്കാം. സ്കൂളിൽ ഒരു പ്രശ്നം നടക്കുകയാണെങ്കിൽ അതാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. ഓൺലൈൻ ചാനലുകൾ നിരവധിയുണ്ട്. അപ്പോൾ ഏത് സ്ഥലത്ത് എന്ത് വിഷയം നടന്നു കഴിഞ്ഞാൽ അത് പാർട്ടിക്കുള്ളിൽ നടന്നു കഴിഞ്ഞാൽ തന്നെ അത് മാധ്യമങ്ങളോട് അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് പാർട്ടി പെട്ടെന്നൊന്നും ഒരു നിലപാടെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വിമതരുടെ എണ്ണം കൂടി വരികയാണ്. പാലക്കാട് ഒരു വിമതർ, ഇതൊന്ന് കേരളത്തിൽ 14 ജില്ലകളിലും 14 വിമത കൂട്ടങ്ങളുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ജി സുധാകരനെ പോലുള്ള മുതിർന്ന നേതാക്കന്മാർ ഒരു പറ്റത്ത്, അതിൽ നിന്നും പാർട്ടിയിൽ നിന്നും കോൺഗ്രസിലേക്കും BJP-യിലേക്കും പോയ മറ്റുള്ള നേതാക്കന്മാർ വേറെയുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോഴും പോകാതെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്ന ജി സുധാകരനെ പോലുള്ള നേതാക്കന്മാർ. കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് ജി സുധാകരൻ പാർട്ടി വിടുമോ എന്നായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പാർട്ടി വിടുന്ന എല്ലാ ലക്ഷണങ്ങളുണ്ട്. ഇനി ഞാനൊരു പാർട്ടിക്കാരനല്ല, എൻ്റെ പാർട്ടി മെമ്പർഷിപ്പ് ഞാൻ പുതുക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ വിമർശനം. അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടി സെക്രട്ടറിയുടെ നിലപാട്. പാർട്ടി സെക്രട്ടറിയുടെ മാധ്യമങ്ങൾ ചോദിക്കുകയാണ്, ജി സുധാകരന്റെ കാര്യത്തിൽ എന്തെങ്കിലും പരിഗണന ഉണ്ടോ? എന്ത് പരിഗണന? ഒരു പരിഗണനയില്ല. അത് ഒരു ചിരിയോടുകൂടി പറഞ്ഞ സമയത്ത് അത് കേൾക്കുന്ന അത്രയും സീനിയറായിട്ടുള്ള ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിന് അദ്ദേഹത്തിന് വിഷമം ഉണ്ടായിക്കാണും. കാരണം ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് ജീവിതം തന്നെ കളഞ്ഞിട്ട് അവസാനം പാർട്ടി പറയുകയാണ് ഒരു പരിഗണനയില്ല, നിന്നെ ഒന്നും ഈ പാർട്ടിക്ക് വേണ്ട എന്നുള്ള രീതിയിലുള്ള സംസാരം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാകും. ആ ദേഷ്യം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം കാണിച്ചു. പാർട്ടി സെക്രട്ടറി എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എനിക്ക് തോന്നുന്നു പാർട്ടി സെക്രട്ടറിയുടെ പിടിപേടാണ് ഇത്രയും വിമതന്മാർ ഈ കാലയളവിൽ ഉണ്ടാകുന്നത് എന്നൊരു യാഥാർത്ഥ്യമല്ലേ? തീർച്ചയായിട്ടും പാർട്ടി സെക്രട്ടറി പരാജയമാണ് എന്നുള്ളതുണ്ട്. ഞാനത് ആദ്യം അത് തന്നെയാണ് പറഞ്ഞത്. കാര്യം ഇന്ന് വരെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഈ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് CPM-നെ AKG പുറത്താക്കിയ പാർട്ടിയാണ്. AKG ആണ് ആദ്യകാലത്തെ നേതാക്കളിൽ ജനപ്രിയനായ ഒരു നേതാവാണ്. AKG പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം തിരിച്ച് അതുപോലെ പാർട്ടിയിൽ മാന്യമാര് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ സംഘടന എന്ന് പറയുന്നത്, ആ സംഘടന ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘടനയെ നയിച്ചു കൊണ്ടുപോയപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. VS പാർട്ടി സെക്രട്ടറി ആയിട്ടുണ്ട്, EK നന്നരായിട്ടുണ്ട്, അത് അന്ന്. പക്ഷെ അതിനുശേഷം ഈ കഴിഞ്ഞ ഒരു ഇപ്പോൾ രണ്ടാമത്തെ ടൈമാണ്, അതായത് നോമിനേറ്റഡ് സെക്രട്ടറി ആയിട്ടാണ് ഈ അദ്ദേഹം വരുന്നത്, ഗോവിന്ദൻ വരുന്നത്, അതായത് കോടിയേരിയുടെ മരണശേഷം. അപ്പോൾ അദ്ദേഹം ഇതിന് പ്രാപ്തനല്ല എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ളത്, ഈ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ
പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഞ്ചാണ് ഏറ്റവും താഴെ ഉള്ള ഘടകം എന്ന് പറയുന്നത്. ഈ ഘടകങ്ങൾ, ഈ ബ്രാഞ്ചിലുള്ള ഒരു വിഷയം ബ്രാഞ്ച് സെക്രട്ടറിക്ക് അദ്ദേഹത്തിന് കാണാൻ അവസരം കിട്ടി അദ്ദേഹത്തോട് പറയുകയാണെങ്കിൽ അത് ഓർത്തു വെച്ച് സംഘടനാകാര്യം ചെയ്യുന്ന ഒരാളായിരുന്നു പിണറായി വിജയൻ എന്ന് ഞാൻ എൻ്റെ കൊല്ലത്തെ ചില സുഹൃത്തുക്കൾ, സഹക്കളായിട്ടുള്ള ചില സുഹൃത്തുക്കളോട് സംസാരിച്ചു പറഞ്ഞു. ഇപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന് ഏറ്റവും വലിയ സെക്രട്ടറി എന്ന രീതിയിൽ അദ്ദേഹം പരാജയമാണ്. അദ്ദേഹം പരാജയമായതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാഹുലിനെ അറിയാം. അതായത് കരുനാഗപ്പള്ളിയിൽ ഇപ്പോഴും അഡ്ഹോക് കമ്മിറ്റിയാണ്. അവിടെ രണ്ട് വിഭാഗം ഇപ്പോഴും തെരുവിൽ സമ്മേളനം നടന്ന സമയത്ത് നേതാക്കളെ പൂട്ടിയിട്ട ഒരു ചരിത്രം CPM-നുണ്ട്. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഈ ജോയി എന്ന് പറയുന്ന നേതാവ്, ജോയി എന്ന സെക്രട്ടറി ആണെങ്കിൽ 3 സെക്രട്ടറിമാർ നിലവിൽ അവിടെയുണ്ട്. ഇപ്പോഴും ആനാവൂർ നാഗപ്പൻ ഒരു വശത്ത് സെക്രട്ടറി ആയിട്ടുണ്ട്. ജോയി എന്ന് പറയുന്ന ഇപ്പോൾ റഹീമിനാണ് ആക്കിയിരിക്കുന്നത്. ജോയി എന്ന് പറയുന്ന സെക്രട്ടറി ആയിരുന്നപ്പോൾ ജോയി ഉണ്ട്. ഇപ്പുറത്ത് കടകംപള്ളി സുരേന്ദ്രൻ ഗ്രൂപ്പ് വേറെയുണ്ട്. ഇത് സംഘടനയുടെ ഏറ്റവും വലിയ ഒരു പോരായ്മയാണ്. ഒരു സംഘടന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിണറായി വിജയൻ ഈ സംഘടനയെ കൊണ്ടുപോയി അദ്ദേഹം ഇറങ്ങിയതിന് ശേഷം ആപ്റ്റ് ആയിട്ടുള്ള ഒരു സെക്രട്ടറിയെ കണ്ടെത്താൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. സംഘടനയില്ലെങ്കിൽ പിന്നെ എന്ത് പാർട്ടി? ഇപ്പം പാലക്കാട് സംഭവം, രാഹുൽ, എൻ്റെ പരിമിതമായ അറിവിൽ എൻ്റെ ഇത്രയും നാളത്തെ ജീവിതത്തിനിടയിൽ ഞാൻ ഈ പാർട്ടി ഇത്ര കണ്ട് ഒരു വല്ലാത്തൊരു കാര്യം. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അധികാരത്തിലിരുന്ന് 10 വർഷം തുടർച്ചയായി 2 ഭരണം പാർട്ടി സുഗലോലുപതയിലേക്ക് പോകുമ്പോൾ സംഘടന കൊണ്ടിരുന്നു പോകും. പാർലമെന്ററി തലത്തിൽ മാത്രം. ഇതെല്ലാം പാർലമെന്ററി തലത്തിലുള്ള വ്യാമോഹമാണ്. തനിക്ക് മത്സരിക്കണം. ഇപ്പൊ സുധാകരൻ എന്ന് പറയുന്ന നേതാവ്, എല്ലാവരും അദ്ദേഹത്തിന് മെരിറ്റ് പറയുന്നുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്തുകൂടെ? അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് മന്ത്രിയാകണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് MLA ആകണം. പാർലമെന്ററി തലത്തിലുള്ള വ്യാമോഹം എന്ന് ഈ പാർട്ടിയെ പിടികൂടിയിട്ടുണ്ടോ അന്നു മുതൽ, അത് കോൺഗ്രസിലായാലും അതിന് ഏത് രാഷ്ട്രീയ പാർട്ടിയിലായിരുന്നാലും പാർട്ടി ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ പാർലമെന്ററി തലത്തിൽ ഇവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അതവർക്ക് തോന്നാത്തതേ. ഇപ്പൊ അദ്ദേഹത്തിന് ശേഷം അദ്ദേഹം ഒരു പ്രായം ചെന്ന നേതാവൊക്കെ തന്നെയാണ്. അദ്ദേഹത്തിനെ കളിയാക്കി അതിൽ ചെന്ന് ക്ഷമ പറഞ്ഞു. പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ജൂനിയർ ആയിരുന്ന ആളാണ്. ബേബി വരെ വന്ന് കണ്ടു. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഈർഷ്യത ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇങ്ങനെ സാമൂഹ്യ മാധ്യമത്തിലൂടെ പറഞ്ഞ് പാർട്ടിയെ സ്വയം അലക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം. ഇപ്പം ഇലക്ഷൻ അടുത്ത് വരുന്നതുകൊണ്ടാണ് ഗോവിന്ദൻ ഇപ്പൊ പോയി കണ്ടിരിക്കുന്നത്. ഇപ്പൊ ഗോവിന്ദന്റെ ഭാര്യ സ്ഥാനാർത്ഥിയാക്കുന്നതിന് വരെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഈ സംഘടന അത്രയും വലിയ മൂല്യച്യുതി ഉണ്ടാകുമ്പോൾ സാമൂഹ്യ മാധ്യമത്തിലൂടെ അദ്ദേഹം ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന് വേറെ പറയാൻ ആളില്ലാത്തത് കൊണ്ടായിരിക്കുമോ, വേറെ വഴിയില്ലാത്തതുകൊണ്ടായിരിക്കുമോ എന്നുകൂടെ നമുക്ക് ഒരു വശം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയാൻ കഴിയുന്ന എല്ലാ പ്ലാറ്റ്ഫോമിലും പറഞ്ഞു, എന്നിട്ടും പരിഗണിക്കുന്നില്ല എന്ന് വരുമ്പോൾ ശരിയായിരിക്കാം പറയേണ്ടി വരുന്നത് എന്ന് പറയുന്നുണ്ട്. കാരണം നമുക്കറിയാം എത്ര കാലമായിട്ടാണ് അദ്ദേഹം പറയുന്നുണ്ട്, ഒളിഞ്ഞും തെളിഞ്ഞും പാർട്ടി സെക്രട്ടറിയോടും പറഞ്ഞു, നേരെ ചൊവ്വേ പാർട്ടിയിലെ മുഖ്യധാര എല്ലാ നേതാക്കന്മാരോടും പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് അതെ, പിണറായി വിജയനോട് വരെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ MA ബേബിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇതിനൊരു ശാശ്വതമായിട്ട് പരിഹാരം കണ്ടെത്താൻ കഴിയാത്തത് അദ്ദേഹം പറയുന്നത് ആലപ്പുഴയെ കേന്ദ്രീകരിച്ച് ചില കോക്കസുകൾ ഉണ്ട്. ആ കോക്കസുകളാണ് കൈകാര്യം ചെയ്തു. അവരെ എന്നെ പരിഗണിക്കുന്നില്ല, ഒരു പരിപാടിക്ക് പോലും വിളിക്കുന്നില്ല. ഞാൻ ഇത്രയും വലിയൊരു പാർട്ടി പ്രവർത്തകനല്ലേ, ഇത്രയും സീനിയർ ആയിട്ടൊരു നേതാവല്ലേ. രക്തസാക്ഷി കുടുംബത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സഹോദരൻ ഭുവനേന്ദ്രൻ എന്ന് പറയുന്ന ഒരു പഴയകാല പാർട്ടി പ്രവർത്തകൻ രക്തസാക്ഷിയാണ്. അപ്പൊ ഇതില് അല്ല, തൊട്ടടുത്തൊരു പരിപാടി നടക്കുന്ന സമയത്ത് പോലും എന്നെ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെ വിളിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് ഒരു പരിപാടി നടക്കുമ്പോൾ അദ്ദേഹം കുറെ കാലമായിട്ട് പാർട്ടിയിൽ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ആ രീതിയിലൊന്നും കണ്ട് പാർട്ടി പരിഗണിച്ചില്ല. അദ്ദേഹത്തിന് വയസ്സിന്റെ പ്രായപരിധി പറഞ്ഞ് ബ്രാഞ്ചിലേക്ക് മാറ്റി, അത് ശരിയാണ്. അത് കണ്ടില്ല എന്ന് പറയുന്നതിൽ പോയിന്റ് ഉണ്ട്. അപ്പോ ബ്രാഞ്ചിലാണെങ്കിൽ പോലും വിളിക്കുക എന്ന് പറയുന്ന ഒരു മര്യാദയുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ആയിഷ പോറ്റി പറയുന്നതാണെങ്കിലും അവരെ എത്ര കാലമായിട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീട് പാർട്ടി പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. ചില ആളുകൾ ഇതിനെ ഹൈജാക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമുക്കറിയാം, ഇപ്പോ PS-ന്റെ കാലയളവിൽ പോലും BS-നെ ഇത്തരത്തിൽ വളരെയധികം പീഡിപ്പിച്ചതാണ്. മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം. അവസാനം BS-നെ ഇഷ്ടപ്പെടുന്ന അണികൾ തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇത് പാർട്ടിക്ക് വിഷയമാവും, പാർട്ടി നിലനിൽക്കില്ല, പാർട്ടിക്ക് ഒരു നിലനിൽപ്പുണ്ടാവില്ല എന്നൊരു തിരിച്ചറിവിൽ വീണ്ടും അത് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ടി ഈ രീതിയിലാണ് എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലയളവ് എന്ന് പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവ് കൂടിയൊരു കാലഘട്ടമാണ്. പാർട്ടിക്ക് അതിനൊത്ത് മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ, കാലത്തിനൊത്ത് മാറണം, കാലത്തിനൊത്ത് തീർച്ചയായിട്ടും പാർട്ടി മാറേണ്ട സമയം കഴിഞ്ഞു. അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇപ്പോ ഗർഭകാലത്തിൽ ജീവിച്ചിട്ട് കഴിഞ്ഞ കാലത്തെ ഗർഭത്തിന്റെ കഥ പറയുന്നത് പോലാണ്. ഗർഭമില്ല എന്ന് പാർട്ടി പറഞ്ഞതുകൊണ്ട് പ്രസവിക്കാൻ പാടില്ല, പ്രസവിച്ചു കഴിഞ്ഞാൽ പാർട്ടി വിരുദ്ധരായി മാറുന്ന ഒരു കാലഘട്ടമാണ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് അത് എല്ലാവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമല്ല.
ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവാണ്. മെറിറ്റ് ഡീമെറിറ്റും എന്താണെന്ന് കൃത്യമായിട്ട് പാർട്ടി പ്രവർത്തകർക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. എന്തു തന്നെയാണെങ്കിലും പാർട്ടി വലിയ രീതിയിലുള്ള മൂല്യച്യുതിയിൽ പോയിട്ടുണ്ട്. പാർട്ടി വിമതരുടെ കാല് പിടിക്കാനുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്.